ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റാഫ് നഴ്സ് ആവാനുള്ള എക്സാമിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ. സോ മൈസെൽഫ് ഡോക്ടർ ഷമീർ സൈനുദ്ദീൻ, ഹെഡ് ഓഫ് മെഡിക്കോസ് ഇൻ അസോസിയേഷൻ വിത്ത് PSC ടോക്സ് വി ആർ കണ്ടക്ടിങ് പ്രോഗ്രാം ഫോർ നഴ്സിംഗ് സ്റ്റാഫ്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഓൾറെഡി നമുക്കറിയാം, ഏതൊരു കേരള PSCയുടെ അല്ലെങ്കിൽ ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മെഡിക്കൽ ഫീൽഡ്, എസ്പെഷ്യലി നമുക്കിപ്പോൾ സ്റ്റാഫ് നഴ്സ് തന്നെ എടുത്തോട്ടെ, ഏതൊരു എക്സാമിനാണെങ്കിലും നമുക്ക് സെയിം സിലബസ് ആയിരിക്കും. ആൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് പോർഷൻസ് വിൽ ബി ഫ്രം ദ ടെക്നിക്കൽ പാർട്ട്. അതായത് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് എല്ലാ എക്സാംസിനും ആൾമോസ്റ്റ് സെയിം സിലബസ് ആയിരിക്കും. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറേ വേരിയേഷൻസ് വരും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ പഠിച്ച് പാസ്സായി വന്ന ഈ സബ്ജക്ട്സ്, അതായത് അനാട്ടമി, ഫിസിയോളജി, ഗൈനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കുറച്ച് സബ്ജക്ട്സ്, സോ അപ്പോൾ ആ ഒരു സബ്ജക്ട്സിൽ നിന്ന് പുറത്തേക്ക് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാ എക്സാംസിനും നമുക്ക്, അതായത് കേരള PSC ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എയിംസ്, ജിപ്മർ തുടങ്ങിയിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങളുടെ BSc നഴ്സിംഗ് കഴിഞ്ഞ് MSc നഴ്സിംഗിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതുപോലെ ആർമി നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതായത് അബ്രോഡിലേക്ക് DHA, MOH പോലുള്ള എക്സാംസിന് ആയിക്കോട്ടെ, ഏതെടുത്താലും നിങ്ങൾക്ക് സിലബസ് ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ഏരിയാസ്, പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും പിന്നെ അഡീഷണലി കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതല്ലാതെ വേറെ പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഇൻ ഡെപ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിരിക്കുക. നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞായിരിക്കും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ കവർ ചെയ്ത ആ തിയറി പോർഷൻസ് കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ച പോലെ വലിച്ചു വാരിയിട്ടൊരു പഠിത്തം ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ ഏതാണ് പഠിക്കേണ്ടത്, എന്താണ് ആവശ്യം, എന്താണ് ആവശ്യമില്ലാത്തത് എന്ന് അറിയുക എന്നതാണ് ഒരു കോമ്പറ്റീവ് എക്സാമിനെ അപേക്ഷിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ കുറച്ചങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. പിന്നെ അഡ്വാൻസ്മെൻറ്റ്സ്, അതായത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി പോലെ തന്നെ മെഡിക്കൽ ഫീൽഡും ഡെയിലി അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ 2010 ഫോർ എക്സാമ്പിൾ 2010 പാസ് ഔട്ടായ BSc നഴ്സിംഗ് കഴിഞ്ഞ് പ്രാക്ടീസിലേക്ക് വന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വെക്കുക നിങ്ങൾ. സോ അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് തിയറി ബുക്കിൽ പഠിച്ചിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻസ് ആയിക്കോട്ടെ, അല്ലാതെ ഡയഗ്നോസിങ് ടെക്നോളജീസ് ഏതാണെങ്കിലും നമുക്ക് എന്താണ് പുതിയ പുതിയ അസുഖങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വരികയാണ്. അതുപോലെ പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റ്സ്, ടെക്നോളജീസ്, ഡയഗ്നോസ്റ്റിക്സ് എല്ലാം ഇങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അപ്ഡേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ പഠിച്ചത് ഇതാണ്, 2010 ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് പഠിച്ചത് ഇതാണ്, ഞാൻ ഇതേ എഴുതുകയുള്ളൂ, ഇതേ പഠിക്കുകയുള്ളൂ എന്ന് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. സോ ഒരു അപ്ഡേഷനാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ബാക്കിയല്ലാതെ നിങ്ങൾ എക്സ്ട്രാ പുതിയതായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമൽ PSC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ ഡിഗ്രി, ഇപ്പോൾ മാത്സിലോ കെമിസ്ട്രിയിലോ ഡിഗ്രി എടുത്ത ഒരാളാണെങ്കിൽ പോലും ഒരു PSC എക്സാമിന് പ്രിപ്പയർ ആണെങ്കിൽ വീണ്ടും ആദ്യം മുതൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അഡീഷണൽ അവർ പഠിക്കുകയാണ്. സോ അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ പഠിച്ചതൊന്നും കൂടി പൊടികെട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ആദ്യം തന്നിട്ടുള്ളത് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. സോ സർക്കുലേറ്ററി സിസ്റ്റം നമുക്കറിയാം എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ളത്, എല്ലാവർക്കും ബേസിക് ആയിട്ട് ഐഡിയ ആണ്. അപ്പോൾ ഇനി ഇൻ ഡെപ്ത് നമ്മൾ കുറച്ചും കൂടി വരുന്ന ക്ലാസ്സസിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം, അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റം, CVS എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. സോ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഈസ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ദി ബോഡി. ഇതെന്താണ്, ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. നമ്മൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്, കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ it comprises blood and heart and blood vessels. So it is a circulatory system അല്ലെങ്കിൽ transport system in the body which comprises of blood vessels and heart. So ഈ മൂന്ന് components ആണ് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ബ്ലഡ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് ഇൻക്ലൂഡ് ആർട്ടറീസ്, veins and capillaries, right? Okay, so the system supplies nutrients to and remove waste products from various tissues of the body. So main ഒരു ഫംഗ്ഷൻ എന്താണ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ? supply of nutrition to the cells of body അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. സപ്ലൈ മാത്രം മതിയോ? അവിടെ ഉണ്ടാവുന്ന മെറ്റബോളിക് ബൈ പ്രോഡക്ട്സ്, അതായത് ആ ഒരു മെറ്റബോളിസം, നമുക്കൊരു ന്യൂട്രിയൻ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. സോ അത് ഡൈജഷൻ കഴിഞ്ഞു, അതിൻ്റെ അസിമിലേഷൻ കഴിഞ്ഞു, there will be metabolic byproducts. So ആ byproducts are called as waste products നമ്മൾ പറയും അല്ലേ. സോ ആ വേസ്റ്റ് റിമൂവലിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. വേസ്റ്റ് റിമൂവലിനല്ല,
ഒരു സെല്ലിൽ നിന്ന് കറക്റ്റ് ആ ഒരു പ്രോസസ്സിലേക്ക് എക്സ്ക്രീറ്ററി ആ ഒരു പ്രോസസ്സിലേക്ക് ആ ഒരു പാത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാർട്ടിനും കളക്ട് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി. സോ അപ്പോൾ കിഡ്നിയിലേക്ക് ഈ നമ്മുടെ എല്ലാ പാർട്ടിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽ എത്തിക്കണം. സോ അതാരുടെ ഫംഗ്ഷനാണ്, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ദ കൺവേയിങ് മീഡിയ ഈസ് എ ലിക്വിഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലഡ് വിച്ച് ഫ്ലോസ് ഇൻ ക്ലോസ് ട്യൂബുലാർ സിസ്റ്റം. സോ ആ ക്ലോസ്ഡ് ട്യൂബുലാർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലഡ് വെസൽസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ അപ്പോൾ ആ ഒരു മീഡിയ, കൺവേയിങ് മീഡിയ, നമുക്ക് ആ ഒരു എല്ലാ ന്യൂട്രീഷനും എല്ലായിടത്തും എത്തിക്കാനുള്ള ഒരു മീഡിയം ആരാണ്? in a form of liquid ആണ്. So that is in the form of a liquid which is called as blood. So blood എന്ന് പറയുമ്പോൾ it is a specialized connective tissue ആണ്. So blood എന്ന് പറയുമ്പോൾ എന്താണ്? It is a specialized connective tissue. Connective tissue ആണ്, liquid connective tissue കൂടിയാണ്. നമുക്ക് muscles, tendons ഇതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? Connective tissues എന്ന് വിളിക്കാം. So liquid ഫോമിലുള്ള ഒരു specialized connective tissue ആണ് blood എന്ന് പറയുന്നത്. Clear? ഫങ്ഷൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഫങ്ഷൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അത് കുറച്ച് ടെക്നിക്കൽ ടേംസിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഹോർമോൺസ്. ന്യൂട്രിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഫംഗ്ഷൻ എന്താ, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് പറഞ്ഞിരുന്നു. ബൈ പ്രോഡക്ട്സിന് തിരിച്ചെത്തിക്കുക, മെറ്റബോളിക് ബൈ പ്രോഡക്ട്സിന് തിരിച്ച് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സെൽസിൽ നിന്ന് കളക്ട് ചെയ്ത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഹോർമോൺസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു ബ്ലഡിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഹോർമോൺസ് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഗാഷിയസ് എക്സ്ചേഞ്ച്. ഗാഷിയസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ആ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ എയറിൽ നിന്ന് ഓക്സിജൻ ഫിൽട്ടർ ചെയ്ത് ആൽവിയോളൈസിൽ നിന്ന് കാപ്പിലറീസിലേക്ക് പോയി അവിടുന്ന് ആ ഒരു ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നു. എന്നിട്ട് അത് നമ്മുടെ എവിടെയാണ് എവറി പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രൂ ദിസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്, ത്രൂ ദ ലിക്വിഡ് മീഡിയ കോൾഡ് as ബ്ലഡ് ആണ്. സോ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ റിമൂവൽ ഉണ്ട്, ഗാഷിയസ് എക്സ്ചേഞ്ച് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ആരാണ്? അപ്പോൾ നമുക്ക് ഈ ഗാഷിയസ് എക്സ്ചേഞ്ച് പറഞ്ഞപ്പോഴത്തേക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽ, ബ്ലഡ് സെൽ ഏതാണ്? RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലേ. സോ വിച്ച് ആർ കോൾഡ് as എറിത്രോസൈറ്റ്സ്. യെസ്. സോ അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പ്രതിരോധ ശേഷിക്ക് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് നമ്മുടെ WBCs അഥവാ ല്യൂക്കോസൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കും. സോ അപ്പോൾ ഇമ്മ്യൂണിറ്റി അത് ആരുടെ ഫംഗ്ഷൻ ആണ്? അപ്പോൾ ബ്ലഡിലുള്ള കോമ്പണൻ്റ് ആണ് WBC ഒക്കെ. സോ അല്ലേ, അപ്പോൾ അത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡിൻ്റെ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിലാണ് വരുന്നത്. ദെൻ ബ്ലഡ് വെസൽസ് ട്രാൻസ്പോർട്ട് ബ്ലഡ്. സോ അപ്പോൾ ബ്ലഡിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ അത് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. സോ ഓക്സിജൻ ക്യാരി ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെത്തിക്കുക. ഓക്സിജൻ ഈസ് പ്രസൻറ്റ് എന്താണ്, ഹീമോഗ്ലോബിൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബൈകാർബണേറ്റ് ഫോമിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഫോമിലാണ്? ബൈകാർബണേറ്റ് ഫോമിലാണ് നമ്മൾ ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആസ് എ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിരിക്കും. ദെൻ ഓൾസോ ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ കോമ്പണൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ബ്ലഡ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലേ. ബ്ലഡ് ഉണ്ട്, ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ, ദാറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൽ ലിക്വിഡ് ഫോമിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏത്? ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡിലുള്ള സെൽസിന് നമുക്കറിയാം അല്ലെ, RBCs which are called as erythrocytes, leukocytes which are called as WBC, white blood corpuscles, and platelets which are called as thrombocytes അല്ലേ. സോ ദെൻ ഹാർട്ട് ഉണ്ട്. ഹാർട്ടിന് നമുക്കറിയാം ബേസിക് ആയിട്ട് ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിൽ തന്നെ ബ്ലഡ് വെസൽസും ഉണ്ട്. ബ്ലഡ് വെസൽസിൽ നമുക്കറിയാം എന്താണ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് ട്യൂബ്സ് ആണ്, സർക്യൂട്ട് ഓഫ് ക്ലോസ്ഡ് ട്യൂബ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലഡ് വെസൽസ് എന്ന് വിളിക്കുന്നത്. അതിൽ ആർട്ടറീസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. സോ ഇതാണ് മെയിൻ കോമ്പണൻസ് ഓഫ് ബ്ലഡ് സർക്കുലർ സിസ്റ്റം. അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ മെയിൻ കോമ്പണൻസ് ഏതൊക്കെയാണ്? ബ്ലഡ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. സോ ദീസ് ആർ ദ 3 കോമ്പണൻസ് ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ദെൻ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? സോ ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എന്തൊക്കെയാണുള്ളത്? ബ്ലഡ് സെൽസും അടങ്ങിയിട്ടുണ്ട്, പ്ലാസ്മയും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലഡിൽ 3 ടൈപ്സ് ഓഫ് സെൽസ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ് അല്ലേ. സോ ഇതിൽ നമുക്ക് നമ്മൾ പറഞ്ഞു ബ്ലഡിൽ ബ്ലഡ് സെൽസും അടങ്ങിയിട്ടുണ്ട്, പ്ലാസ്മയും അടങ്ങിയിട്ടുണ്ട്. സോ ഈ സെൽസ് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. സോ പ്ലാസ്മ ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ്. ഓക്കെ. സോ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഏതാണ്?
പ്ലാസ്മയാണ് എന്ന് ഓർക്കുക. സോ ക്വസ്റ്റ്യൻ വരാം അല്ലേ, സിമ്പിളായിട്ട് നമ്മൾ സിമ്പിളാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യന് ചോദിക്കുക. സോ ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, വിച്ച് പ്ലാസ്മ ഇസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ആണ്. എറിത്രോസൈറ്റ്സിനെയാണ് നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് അതായത് RBC എന്ന് വിളിക്കുന്നത്. സോ RBCs ആർ കോൾഡ് ആസ് എറിത്രോസൈറ്റ്സ്. ആൻഡ് എറിത്രോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫോർമേഷൻ ഓഫ് എറിത്രോപോയ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്? എറിത്രോപോയ്സിസ്. ഓക്കെ, സോ ദ പ്രോസസ് ബൈ വിച്ച് RBC is formed is called as erythropoiesis. And leukocytes എന്ന് പറയുമ്പോൾ നമുക്കറിയാം leuco which is related to white അല്ലെ, leuco എന്ന് പറഞ്ഞാൽ white ആണ്. സോ ദാറ്റ് ഇസ് കോൾഡ് as white blood cells അല്ലെങ്കിൽ WBCs വേറൊരു പേരാണ് leukocytes. ആൻഡ് thrombocytes, thrombus formation ബട്ട് കോട്ടിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സെൽസ് ആണ് thrombocytes which are called as platelets അല്ലെ. സോ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്ലാസ്മ ഈസ് എ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ബ്ലഡ്. സോ ദീസ് ആർ ദ കോമ്പണൻസ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹോൾ ബ്ലഡ് എടുത്തു, ഹോൾ ബ്ലഡിൽ ഫ്ലൂയിഡ് പോർഷൻ ആണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ബ്ലഡ് സെൽസ് ഫോംഡ് എലമെന്റ്സിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി ബ്ലഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹോൾ ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ഉണ്ടാവുന്നത് ബ്ലഡ് സെൽസ് ആണ്. സോ ഫോംഡ് എലമെന്റ്സ് ആർ ബ്ലഡ് സെൽസ് ആൻഡ് ബ്ലഡ് സെൽസ് ഫോംഡ് എലമെന്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഫ്ലൂയിഡ് പോർഷൻ ഈസ് കോൾഡ് എസ് പ്ലാസ്മ. സോ ദ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് എസ് പ്ലാസ്മ. പ്ലാസ്മ കണ്ടെയ്ൻസ് വാട്ട് ആർ ദ തിങ്സ്? അമിനോ ആസിഡ്സ് ഉണ്ട്, നൈട്രോജീനസ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ഗ്യാസസ് ഉണ്ട്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രൂ പ്ലാസ്മയാണ്. പ്ലാസ്മ മീൻസ് അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് വേസ്റ്റ് പ്രൊഡക്ട്സ്, ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റ്സ്, ഗ്യാസസ്. അപ്പോൾ ന്യൂട്രിയൻസിൽ നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റ്സ്, ഗ്യാസസിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന ഗ്യാസസ് ഉണ്ട്, പ്രോട്ടീൻസ്. അപ്പോൾ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് 3 ആണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ which is present in blood അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിൻ ആണ്. സോ ആൽബുമിൻ ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ബ്ലഡ്. സോ അപ്പോൾ നമുക്ക് പ്രോട്ടീൻസ് വിച്ച് ആർ പ്രസന്റ് ഇൻ പ്ലാസ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ആണ്. സോ ആൽബുമിൻ ആണ് ഏറ്റവും മോസ്റ്റ് അബൻഡന്റ് ആയിട്ട് നമ്മുടെ ബ്ലഡിൽ പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ദാറ്റ് ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് ഫൈബ്രിൻ, അതായത് ക്ലോട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് അല്ല പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്യൂണോഗ്ലോബുലിൻസിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇമ്യൂണോഗ്ലോബുലിൻസിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ്, പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ആൽബുമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്? മോസ്റ്റ് അബൻഡന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ആൻഡ് ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോട്ട് ഫോർമേഷൻ ഉള്ളതാണ്. സോ IG ഏതാണ്? ഇമ്യൂണോഗ്ലോബുലിൻസിനെയാണ് നമ്മൾ IG എന്ന് ഷോർട്ടായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഏതൊക്കെ ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ടൊരു ഷോർട്ട് ഫോം പഠിച്ചു കഴിഞ്ഞാൽ ഗെയിംഡ് എന്ന് പറയാം. ഓക്കെ, സോ ഗെയിംഡ് IgG, IgA, IgM, IgE ആൻഡ് IgD. സോ ഗെയിംഡ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഏതൊക്കെ ഇതുണ്ട്, ഇമ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴിയാണ്, നിങ്ങൾക്കുള്ള ഹിന്റ് ആണ് ഗെയിംഡ്. IgG ഉണ്ട്, IgA ഉണ്ട്, IgM, IgE ആൻഡ് IgD ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബുലിൻസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഹോൾ ബ്ലഡിനെ പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ട് ആൻഡ് ഫോംഡ് എലമെന്റ്സ് വിച്ച് കണ്ടെയ്ൻ ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞു. അതിലുള്ള പ്ലാസ്മയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ബ്ലഡിലെ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോംഡ് എലമെന്റ്സിൽ നമുക്ക് 3 types of blood cells are there എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏതൊക്കെയാണ്? ല്യൂക്കോസൈറ്റ്സ് അഥവാ WBC അല്ലേ. അതെന്തിനാണ് WBC എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റിങ്ങിനാണ് അല്ലേ. സോ ഇമ്മ്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് സെൽസ് ആണ്. ഏതാണ്? WBC അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. 5 types of ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സിൽ 5 types of cells are there. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ദെൻ എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് RBC ആണ്. RBC എന്ന് പറയുമ്പോൾ എറിത്രോസൈറ്റ് ആണ് നമ്മുടെ
ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ആയിട്ടുള്ള മീൻസ് അടങ്ങിയിട്ടുള്ള സെൽ ഏതാണ്? ബ്ലഡ് സെൽ. വിച്ച് ബ്ലഡ് സെൽ കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ആർ ബി സിയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഓക്സിജൻ ക്യാരിയിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ എറിത്രോസൈറ്റ് വിച്ച് ഗിവ്സ് റെഡ് കളർ ടു ദ ബ്ലഡ് എന്നുള്ളത് നമുക്കറിയാം. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ആർ കോൾഡ് എസ് ത്രോംബോസൈറ്റ്സ് അല്ലെ. ത്രോംബോസൈറ്റ്സ് അറിയാം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് എസ് ത്രോംബോസൈറ്റ്സ്. ത്രോംബസ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ദേ ആർ കോൾഡ് എസ് ത്രോംബോസൈറ്റ്സ്. സോ ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുന്നത് ആർ ബി സിയുടെ നോർമൽ കൗണ്ട് എത്രയാണ്. സോ വാട്ട് ഈസ് ദ നോർമൽ ആവറേജ് കൗണ്ട് ഓഫ് ആർ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 to 5.5 മില്യൺ ആണ്. സോ 4.5 to 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് ആരുടെ കൗണ്ട്? ആർ ബി സിന്റെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഡബ്ല്യു ബി സി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർ ബി സിസ് കൗണ്ട് ഈസ് ഇൻ മില്യൺസ് ആൻഡ് WBC it is around 4,000 to 11,000. സോ 4,000 to 11,000 മാത്രമാണ് WBCസിന്റെ കൗണ്ട്. അവിടെ ആർ ബി സി മില്യൺസിലാണ് നമ്മൾ പറഞ്ഞത്. 4.5 to 5.5 മില്യൺ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. സോ ഇവിടെ WBC എന്ന് പറയുമ്പോൾ 4,000 to 11,000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 1.5 to 4.5 lakhs. ഓക്കെ, അല്ലെങ്കിൽ 2 to 4 lakhs 2 to 5 lakhs നമുക്ക് ജനറൽ ആയിട്ട് പറയാം. സോ ദാറ്റ് ഈസ് ദ കൗണ്ട്. ഹീമോഗ്ലോബിൻ നമുക്കറിയാം 14 to 16 ആണ് മെയിൽസിൽ, 12 to 14 ആണ് ഫീമെയിൽസ്. അത് നോർമലായിട്ട് നമുക്ക് കുറച്ച് കൗണ്ടിനെ കാര്യങ്ങൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ അപ്പോൾ ല്യൂക്കോസൈറ്റ്സിൽ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു ഫോംഡ് എലമെന്റ്സിൽ ആർ ബി സിസ്, WBCs ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അതിൽ ഈ ല്യൂക്കോസൈറ്റ്സിനെ അഗെയിൻ വി ആർ ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു 5 types ഓഫ് ല്യൂക്കോസൈറ്റ്സ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. സോ ഇതിനെ നമ്മൾ ആ ല്യൂക്കോസൈറ്റ്സിനെ again 2 category ആയിട്ട് divide. We are dividing that leukocytes into 2 categories. One is granulocyte and another one is agranulocyte. So the granulocytes എന്ന് പറഞ്ഞാൽ which contain granules in their cytoplasm. So അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസ് അടങ്ങിയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. They are neutrophil, basophil and eosinophils. Okay, then agranulocytes എന്ന് പറഞ്ഞാൽ they do not contain granules in their cytoplasm. That is ഏതൊക്കെയാണ്? ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ വൺസ് അഗൈൻ നമ്മൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഹോൾ ബ്ലഡ് ഉണ്ട്, അതിൽ പ്ലാസ്മ, ഫോംഡ് എലമെന്റ്സ്. പ്ലാസ്മയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ആൽബുമിൻസ്, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ 3 ഉണ്ട്. അവിടെ ഫോംഡ് എലമെന്റ്സ് അഗെയിൻ 3 ഉണ്ട് നമുക്ക്: എറിത്രോസൈറ്റ്, ത്രോംബോസൈറ്റ്സ് ആൻഡ് ല്യൂക്കോസൈറ്റ്സ്. സോ ഓക്കെ, സോ അപ്പോൾ എറിത്രോസൈറ്റ്സ് ആർ ബി സിസ് ആണ്, അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബസ് ഫോർമേഷൻ, അതായത് ക്ലോട്ട് ഫോമിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ നോർമൽ കൗണ്ട്സ് നമ്മൾ പറഞ്ഞു. ല്യൂക്കോസൈറ്റ്സിൽ എഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ് ആണ്. എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്, ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ ആൻഡ് ബേസോഫിൽ. ക്ലിയർ? സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹാർട്ട് നമുക്കറിയാം എന്താണ്. ഹാർട്ട് ഈസ് എ 4 chambered ഹോളോ മസ്കുലർ ഓർഗൻ. അപ്പോൾ നമുക്ക് അവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് 4 chambers ആണുള്ളത് ഹാർട്ടിൽ, ആൻഡ് ഇറ്റ് ഈസ് എ മസ്കുലർ ഹോളോ ഓർഗൻ അല്ലെങ്കിൽ ഹോളോ മസ്കുലർ ഓർഗൻ. സോ അപ്പോൾ ഹോളോ ആയിട്ടുള്ള ഒരു മസ്കുലർ ഓർഗൻ ആണ് നമുക്ക് ആര് എന്ന് പറയുന്നത്? ഹാർട്ട് എന്ന് പറയുന്നത്. സോ ഹാർട്ട് ഈസ് എ 4 chambered hollow muscular organ. So it contains 4 chambers എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആർ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ബൈ ഇതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആൻഡ് വെൻട്രിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം അല്ലേ. സോ അതുപോലെ ഏതാണ്? റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയ്ക്ക് 3 വാൽവ്സ് ആണുള്ളത്. സോ ദേ ആർ കോൾഡ് ട്രൈകാസ്പിഡ് വാൽവ്. ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് നമുക്ക് 2 വാൽവ്സ് ആണുള്ളത്. സോ ദേ ആർ കോൾഡ് as ബൈകാസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഹാർട്ടിനെ കുറിച്ചുള്ള ബേസിക്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ്? സോ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ അല്ലെങ്കിൽ വേർ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം എവിടെയാണ്? മിഡിൽ മീഡിയാസ്റ്റിനം ആണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ മീഡിയാസ്റ്റിനം ആണ്
നമ്മുടെ ഹാർട്ടിൻ്റെ എക്സാക്ട് പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ മീഡിയാസ്റ്റിനം. നമുക്കറിയാം നമ്മുടെ ഈ ഒരു തൊറാസിക് ക്യാവിറ്റിയിലുള്ള ആ ഒരു മീഡിയാസ്റ്റിനത്തിന് നമുക്ക് അപ്പർ, മിഡിൽ ആൻഡ് ലോവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ തൊറാസിക് ക്യാവിറ്റിയിലുള്ള ഒരു സ്പേസ് ആണ് മീഡിയാസ്റ്റനൽ സ്പേസ് എന്ന് പറയുന്നത്. സോ അതിലെ മിഡിൽ മീഡിയാസ്റ്റനം എന്ന് പറയുന്ന ആ ഒരു സ്പേസിലാണ്, മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ് ആരുടെ ലൊക്കേഷൻ? ഹാർട്ടിന്റെ ലൊക്കേഷൻ. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സുപ്പീരിയർ സർഫസ് ഓഫ് ദ ഡയഫ്രം. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സുപ്പീരിയർ സർഫസ് ഓഫ് ദ ഡയഫ്രം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ, നമുക്ക് ഹാർട്ടിന്റെ പൊസിഷൻ വരുന്നത്. സോ ദിസ് ഇസ് ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സുപ്പീരിയർ സർഫസിലാണ് ആയിരിക്കുന്നത് ഹാർട്ട് ഇരിക്കുന്നത്. ക്ലിയർ? സോ ലെഫ്റ്റ് ഓഫ് ദി മിഡ് ലൈൻ. സോ ഇതാണ് നമ്മുടെ മിഡ് ലൈൻ. സോ ഇതാണ് മിഡ് ലൈൻ എന്ന് വെക്കുക. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ഹാർട്ടിന്റെ പോർഷനും എവിടെയാണുള്ളത്? ലെഫ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സുപ്പീരിയർ സർഫസ് ഓഫ് ദ ഡയഫ്രം, ജസ്റ്റ് ലെഫ്റ്റ് ടു ദ മിഡ് ലൈൻ. സോ നമ്മുടെ മിഡ് ലൈൻ അല്ലെങ്കിൽ മീഡിയൻ പ്ലെയിനിന്റെ കുറച്ച് ലെഫ്റ്റ് ആയിട്ടാണ് ആര് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആൻറ്റീരിയർ ടു ദ വെർട്ടിബ്രൽ കോളം. നമുക്കറിയാം ഹാർട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ ആരാണുള്ളത്? വെർട്ടിബ്രൽ കോളം ഉണ്ട്, ഫ്രണ്ടിൽ സ്റ്റേർണം ഉണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ മീഡിയാസ്റ്റിനം, സുപ്പീരിയർ ടു ദ സർഫസ് മീൻസ് അപ്പർ സർഫസ് ഓഫ് ദ ഡയഫ്രം ആൻഡ് ജസ്റ്റ് ലാറ്ററൽ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ലെഫ്റ്റ് ടു ദ മീഡിയൻ പ്ലെയിൻ ആൻഡ് വിച്ച് ഈസ് ഹാവിങ് posteriorly vertebral column and anteriorly നമുക്ക് സ്റ്റേർണമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ക്ലിയർ? സോ ദിസ് ഇസ് ദ ലൊക്കേഷൻ ഓഫ് ദി ഹാർട്ട്. സോ ലൊക്കേഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയാണ് ഓർക്കാനുള്ളത്. ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ മീഡിയാസ്റ്റനം വിച്ച് ഇസ് ഹാവിംഗ് പൊസിഷൻ superior to the surface of the diaphragm. So superior surface, upper surface of the diaphragm superior ആണ്, vertebral column anterior ആണ്, sternum posterior ആണ്. So the structures related to heart and on both sides lungs, right and left lungs are there on the both sides. So clear? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കൺസിഡർ ദിസ് ആസ് ദ ഹാർട്ട്. സോ ഇത് ഹാർട്ടാണെന്ന് വെക്കുക. സോ ദീസ് ആർ ഏട്രിയ. സോ ദീസ് ഇസ് റൈറ്റ് ഏട്രിയം ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ് ഏട്രിയം വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ ഏതാണ്? Interatrial nodes ആണ്. And these are ventricles and which are separated by right ventricle and left ventricle. So these are separated by interventricular septum. And in between right and left atria, right atrium and right ventricle, there is a three-valved cusp. അല്ലേ? 3 cusp ഉണ്ട്, ഒരു valve ഉണ്ട്. So that is called as tricuspid valve. And ഇവിടെ റൈറ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഒരു 2 cusped വാൽവ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് നമുക്ക് അറിയാം. സോ യു ക്യാൻ സീ ഹിയർ അല്ലേ? സോ ദിസ് ഇസ് ദ റൈറ്റ് ഏട്രിയം, ദിസ് ഇസ് ദ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ദീസ് ഏട്രിയാസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സെപ്റ്റം കോൾഡ് ഇന്റർ-ഏട്രിയൽ സെപ്റ്റം ആൻഡ് ദീസ് വെൻട്രിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സെപ്റ്റം കോൾഡ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. സോ there is a tricuspid valve between right atrium and right ventricle, and bicuspid valve is there in between left atrium and left ventricle, which is otherwise called as mitral valve അല്ലേ? ആൻഡ് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു സർക്കുലേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു സർക്കുലേഷൻ ഇങ്ങനെയാണ്. നമ്മുടെ ഹോൾ ബോഡിയിൽ നിന്ന് ദ വെയിൻസ് collects the impure blood. Impure blood നെ deoxygenated blood എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ deoxygenated blood നമ്മുടെ ഹോൾ ബോഡി, അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, സോ ഹാർട്ട് ലെവലിന് മുകളിലേക്ക്, ഹാർട്ട് ലെവലിന് മുകളിലുള്ള പോർഷനിൽ നിന്ന് superior vena cava drains the whole blood into deoxygenated blood, and from the inferior part of the body inferior vena cava collects the blood. Deoxygenated blood നെ കളക്ട് ചെയ്യുന്നു and that is draining into the right atrium. So right atriumത്തിലേക്ക് through superior vena cava and inferior vena cava deoxygenated blood are coming into the right atrium. So അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹോൾ ഇംപ്യൂർ ബ്ലഡും എവിടെ എത്തിയിട്ടുണ്ട്? റൈറ്റ് ഏട്രിയത്തിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ത്രൂ ദ ട്രൈകസ്പിഡ് വാൽവ് ഇറ്റ് ഈസ് മൂവിങ് ഓൺ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ അവിടെ നിന്ന് എവിടെ പോയി? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി. ആൻഡ് ത്രൂ എ പൾമണറി ട്രങ്ക് അല്ലെങ്കിൽ പൾമണറി artery it is going to the lungs. So pulmonary trunk അല്ലെങ്കിൽ pulmonary artery അതിൽ that is ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്കറിയാം അല്ലേ? So pulmonary trunk is the only artery which carries impure blood. So ഒരു ആർട്ടറി മാത്രമേ നമ്മുടെ ബോഡിയിൽ impure blood ക്യാരി ചെയ്യുന്നുള്ളൂ. that is pulmonary trunk. Why എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എനിക്ക് ആൻസർ തരണം, അല്ലെങ്കിൽ ഞാൻ
അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അവിടുന്ന് പൾമണറി ട്രങ്ക് വഴി നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് ഇവിടെ പോയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറീസ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. പൾമണറി ആർട്ടറീസ് ആയിട്ട് നമ്മുടെ ലങ്സിലേക്ക്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് ഫോർ പ്യൂരിഫിക്കേഷൻ ദ ബ്ലഡ് ഈസ് ഗോയിങ്. ആൻഡ് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നമ്മളപ്പോൾ എന്താണ് ബ്രീത് ഇൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസ് ഒക്കെ എവിടെയുണ്ട്. സോ അവിടെ നിന്ന് ഓക്സിജനേഷൻ നടക്കുകയാണ്. ഓക്സിജനേഷൻ നടന്നിട്ട് ആ ഒരു ബ്ലഡ് പ്യോർ ബ്ലഡ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ദാറ്റ് പ്യോർ ബ്ലഡ് ഈസ് ബ്രിങ് ബാക്ക് ടു ദ ലെഫ്റ്റ് ഏട്രിയം ത്രൂ എ പെയർ ഓഫ് എന്താണ് വെയിൻസ്, അല്ലെങ്കിൽ 2 pairs ഓഫ് വെയിൻസ്. അപ്പോൾ അതേതാണ് pulmonary veins. Through pulmonary veins it is reaching the left atrium. So left atrium like pure blood varunu, and through the mitral valve it is coming into the left ventricle. So അങ്ങനെ mitral valve open ആവുമ്പോഴത്തേക്ക് അത് left ventricle ലേക്ക് വരികയാണ്. And from there through the aorta, so aorta വഴി നമ്മുടെ different parts of ബോഡിയിലേക്ക് that blood is supplied. Clear? So that is the circulation. So അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോർഷൻ അയോട്ട നമ്മൾ പറഞ്ഞു. അയോട്ട arises from എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. superior vena cava collects the blood from the body which is above the heart level. Above the heart level നിന്ന് superior vena cava കളക്ട് ചെയ്യുന്നു. അതുപോലെ പൾമണറി വാൽവ്. പൾമണറി വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പൾമണറി ആർട്ടറി ബിഗിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള വാൽവാണ് പൾമണറി വാൽവ് എന്ന് പറയുന്നത്. സോ ദേ ആർ പൾമണറി വാൽവ് എവിടെയാണ്? പൾമണറി ട്രങ്കിൻ്റെ എവിടെയാണ് ഗോഡ് ചെയ്തിരിക്കുന്നത്. ദെൻ റൈറ്റ് ഏട്രിയം നമ്മൾ പറഞ്ഞു, ട്രൈകസ്പിഡ് വാൽവ് ബിറ്റ്വീൻ right atrium and right ventricle. Right ventricle, inferior vena cava, which is collecting the blood, impure blood from the drains the impure blood from the lower part of the body. And pulmonary artery, which arises from right ventricle. Pulmonary vein എന്ന് പറയുമ്പോഴത്തേക്കും it is bringing the pure അല്ലെങ്കിൽ the oxygenated blood from lungs to the left atrium. Then mitral valve, it is present between left atrium and left ventricle. Aortic valve എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is ഗാർഡിങ് ദ അയോട്ട. അയോട്ട ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ അറൈസ് ചെയ്യുന്നു. അതിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഗാർഡ് ചെയ്തിട്ടുള്ള വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് സെപ്റ്റം. സെപ്റ്റത്തിൽ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്, ഇന്റർലേട്രിയൽ സെപ്റ്റം ഉണ്ട്. സോ ദീസ് ഇസ് ദ നോർമൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഹാർട്ട്. ക്ലിയർ? സോ അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഹാർട്ടും കൂടി ഡിസ്കസ് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ജനറേറ്റിംഗ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആർക്കാണുള്ളത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഹാർട്ടിനാണ്. സോ ബ്ലഡ് പ്രഷറിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ കണ്ടെയ്ൻഡ് കോളം ഓഫ് ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ആ ഒരു ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ ഒരു പമ്പ് ചെയ്ത് പോകുന്ന ആ ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വാളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് as blood pressure. So it is a blood pressure definition ആണ് ഞാൻ പറയുന്നത്. So blood pressure is a pressure which is exerted by the contained column of blood on the walls of the blood vessels when it is pumped out of the heart. So അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബ്ലഡ് വോളിയം നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് as എന്താണ്? ബ്ലഡ് പ്രഷർ. നോർമൽ ബ്ലഡ് പ്രഷർ നമുക്കറിയാം 120/80 mm of Hg, അതായത് mm of millimeter of mercury അല്ലേ. സോ പ്ലസ് ഓർ മൈനസ് 20 നമുക്ക് ആഡ് ചെയ്യാം അതിൽ. സോ അതാണ് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് റൂട്ടിംഗ് ബ്ലഡ്. അപ്പോൾ റൂട്ടിംഗ് ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവഴി പോവേണ്ടത് ഇതുവഴി തന്നെ പോകണം, അതുവഴി വരേണ്ടത് അതുവഴി തന്നെ വരണം അല്ലേ. സോ ആ ഒരു പണി ചെയ്യുന്നത് ആരാണ്? ഹാർട്ടിൻ്റെ ഫംഗ്ഷനാണ്. ഇപ്പോൾ ഹാർട്ടിലൊരു ആ ഒരു മാൽഫോർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്റ്റ് നോർമൽ സർക്കുലേഷൻ അല്ലേ. സോ അപ്പോൾ റൂട്ടിംഗ് ഓഫ് ബ്ലഡ് എന്നുള്ളത് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമുക്കറിയാം ഫൊറാമൻ ഒവെയിൽ റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയ്ക്കുള്ള ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർക്കുലേഷൻ എഫക്റ്റീവ് ആണ്, പ്രോപ്പറായിട്ട് പോകുന്ന വഴിയിലൊരു ബൈപ്പാസ് വരികയാണ്. സോ അപ്പോൾ ആ ഒരു റൂട്ടിംഗ് ഓഫ് ബ്ലഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? ഹാർട്ടാണ്. സോ ഹാർട്ട് സെപ്പറേറ്റ്സ് പൾമണറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷനെയും സിസ്റ്റമിക് സർക്കുലേഷൻ. ഇപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഇംപ്യൂർ ബ്ലഡ് ആണ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഇതാണ് പ്യോർ ബ്ലഡ് ആണ്. സോ അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാൻ ചോദിച്ചു പൾമണറി ട്രങ്ക് ഈസ് ദ ഓൺലി ആർട്ടറി വിച്ച് ക്യാരീസ് ഓക്സിജൻ ആൻഡ് പൾമണറി വെയിൻസ് ആർ ദ വെയിൻസ് വിച്ച് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ അവർ ബോഡി. സോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെയിൻസ് ആണ് പൾമണറി വെയിൻസ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആർട്ടറി ആണ് പൾമണറി ആർട്ടറി. ആൻഡ് വൈ, എന്തുകൊണ്ട് അവരെ നമ്മൾ പൾമണറി ആർട്ടറി എന്നും പൾമണറി വെയിൻ എന്നും തന്നെ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ റീസണാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ അപ്പോൾ ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്, അവരെ നമുക്ക് എന്ത് വിളിക്കാം?
പൾമണറി വെയിൻ എന്ന് വിളിച്ചാൽ പോരെ. വൈ ദേ ആർ ഈവൻ മീൻസ് അവർ ഇംപ്യൂർ ബ്ലഡ് തന്നെയാണ് ക്യാരി ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ അവരെ പൾമണറി ട്രങ്ക് അല്ലെങ്കിൽ പൾമണറി ആർട്ടറി എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ആൻസർ റെഡിയാക്കി വെച്ചോളൂ. സോ അപ്പോൾ നമുക്ക് വീണ്ടും ഫങ്ഷൻസ് ഓഫ് ഹാർട്ടിലേക്ക് പോവാം. സോ എൻഷുറിങ് വൺ വേ സർക്കുലേഷൻ, സോ വൺ വേ ബ്ലഡ് ഫ്ലോ. അപ്പോൾ വൺ വേ ബ്ലഡ് ഫ്ലോ ഇതുവഴി പോയ അയോട്ട എന്നതുവഴി പോയി നമ്മുടെ ഡിഫറെൻറ്റ് ബോഡിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് സുപ്പീരിയർ ഇൻഫീരിയർ വീനൊക്കെ വഴി വരുന്നു. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ഓടിക്കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല അല്ല. സോ അപ്പോൾ ആ ഒരു വൺ വേ ബ്ലഡ് ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷനാണ്? ഹാർട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഹാർട്ട് വാൽവ്സ് എൻഷ്യൂർ വൺ വേ ബ്ലഡ് ഫ്ലോ. അപ്പോൾ ഹാർട്ടിൽ ആ മിട്രൽ വാൽവും ട്രൈകാസ്പിഡ് വാൽവും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വാൽവ് ഇപ്പോൾ റൈറ്റ് ഏട്രിയത്തിലുള്ള ആ ബ്ലഡ് ട്രൈകാസ്പിഡ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അപ്പോൾ ആ ബ്ലഡ് പോയി കഴിയുമ്പോഴത്തേക്കും വാൽവ്സ് ക്ലോസ് ആവും. സോ അപ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ആ ബ്ലഡ് വീണ്ടും റൈറ്റ് ഏട്രിയത്തിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ വാൽവ്സ് ആണ്. ഓക്കെ, സോ അതാണ് ആ വാൽവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് റെഗുലേറ്റിംഗ് ബ്ലഡ് സപ്ലൈ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എനഫ് ബ്ലഡ് കിട്ടത്തില്ല. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇഷീമിയ. ക്ലിയർ? സോ ദാറ്റ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഹാർട്ട്. ക്ലിയർ? സോ ഇന്ന് നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സോ അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രോ പോലെയാണ് ഈ ക്ലാസ് എടുത്തു പോയത്. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീൽ ചെയ്ത് പോവാം. സോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങളാരും മറന്നു പോകണ്ട. പൾമണറി ട്രങ്ക് അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്നു എങ്കിലും നമ്മൾ അതിനെ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ എന്ന് വിളിക്കാതെ പൾമണറി ആർട്ടറി എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ ദെൻ. അപ്പോൾ നമുക്ക് കാണുന്നവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ.